നമസ്കാരം. ഉള്ളത് പറയാം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം ഏത് വഴിക്കൊക്കെയാണ് പോകുന്നത്? സ്വർണ്ണക്കൊള്ള നടന്നു എന്ന് വ്യക്തം. സഖാക്കൾ 3 പേർ അകത്തായി. 2019 ഇടത് ഭരണസമിതിയുടെ കാലത്താണ് കൊള്ള നടന്നത്. ഹൈക്കോടതി ഇടപെടലിൽ അന്വേഷണം നന്നായി മുന്നോട്ട് പോയി. തെരഞ്ഞെടുപ്പ് സമയത്ത് സർക്കാർ ഇടപെടലിൽ പതുക്കെയായി. ഹൈക്കോടതി വീണ്ടും ഇടപെട്ടതോടെ വേഗം കൂടി. കടകംപള്ളിയെ വരെ ചോദ്യം ചെയ്തു. പക്ഷേ ശബരിമലയിലെ സ്വർണ്ണ ഉരുപ്പടികൾ എവിടെ? ഇപ്പോഴുള്ളത് ഒറിജിനലോ ഡ്യൂപ്ലിക്കേറ്റോ? അന്വേഷണ ഉദ്യോഗസ്ഥർ ഇരുട്ടിൽ തപ്പും. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർ ചോദിച്ചു, ഞാൻ അവരോട് പറഞ്ഞു. താങ്കളുടെ പേരാണല്ലോ ആദ്യം വരുന്നത്. ഒരു പത്മകുമാർ അടക്കമുള്ള പറയുന്നത് താങ്കളുടെ പേരാണ്. അതുകൊണ്ടാണ് ആ വിഷയത്തിൽ എന്തെങ്കിലും മറുപടി? ഒടുവിൽ അന്വേഷണം കടകംപള്ളി സുരേന്ദ്രനിലേക്ക് എത്തി. അല്ലെങ്കിലും അത് വേണ്ടിവരും. സർക്കാർ അറിയാതെ ദേവസ്വം ബോർഡിൽ ഒരു ഈച്ച പോലും അനങ്ങില്ല. സ്വയം ഭരണമൊക്കെ രേഖകളിലേ ഉള്ളൂ. നിയമനവും സ്ഥലം മാറ്റവും നിർമ്മാണ പ്രവർത്തനവും ഒക്കെ സർക്കാർ നിയന്ത്രണത്തിൽ. അതിനാണല്ലോ ദേവസ്വം എന്ന വകുപ്പും. 2019 ശബരിമല ശ്രീകോവിലിലെ സ്വർണ്ണവാതിലും സ്വർണ്ണക്കട്ടിളപ്പാളികളും ദ്വാരപാലക ശില്പപ്പാളിയും ഒക്കെ അറ്റകുറ്റപ്പണിക്കെന്ന പേരിൽ കൊണ്ടുപോയത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് കയ്യും കെട്ടിയിരിക്കാൻ ദേവസ്വം വകുപ്പിന് കഴിയില്ല. ദേവസ്വം മന്ത്രിക്കും. സർക്കാർ നിയമിച്ച തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭരണസമിതിയിലെ 2 പേരാണ് എ പത്മകുമാറും വിജയകുമാറും ജയിലിൽ കിടക്കുന്നത്. എൻ വാസുവും CPM നേതാവ്. വെറും സ്വർണം അരിച്ചെടുക്കലും പകരം സ്വർണം പൂശലും മാത്രമല്ല നടന്നിട്ടുള്ളത്. 500 ഗ്രാം സ്വർണം തിരികെ കിട്ടിയെന്ന് പറഞ്ഞ് അന്വേഷണം അവസാനിപ്പിക്കാനും പ്രത്യേക അന്വേഷണ സംഘത്തിന് കഴിയുകയില്ല. ഞങ്ങൾക്കതിൽ ഈ അന്വേഷണം കൃത്യമായി നടക്കട്ടെ എന്ന നിലപാടേ ഉള്ളൂ. ഒരു ഘട്ടത്തിലും ഞങ്ങളതിനെ ഒരു തരത്തിലും തടസ്സപ്പെടുത്താൻ നിന്നിട്ടില്ല. SITക്ക് അവരുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് വിവിധ കാര്യങ്ങളിൽ വ്യക്തത നേടാനുണ്ടാവും. ആ വ്യക്തത നേടേണ്ടതിൻ്റെ ഭാഗമായി ഇടപെടലുകൾ അവർ നടത്തും. അത് സ്വാഭാവികമാണ്. അതിൻ്റെ ഭാഗമായി ആരെയാണോ അവർക്ക് ബന്ധപ്പെടേണ്ടത്, ചോദ്യം ചെയ്യേണ്ടത്, അതവർ തീരുമാനിക്കുന്ന കാര്യമാണ്. അതവരുടെ ഉത്തരവാദിത്വത്തിൽപ്പെട്ട കാര്യമാണ്. സർക്കാരിനോട് ഒരു ഘട്ടത്തിലും അവർ അത്തരം അനുമതികൾ ചോദിക്കുന്നില്ല. കാരണം അവർ സ്വതന്ത്രമായി ചെയ്യേണ്ട കാര്യമാണ്. അത് അവർ സ്വതന്ത്രമായി ചെയ്യുകയാണ്. ഈ കാര്യത്തിൽ SIT അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ കോടതിയുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തത ആ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് വരും. ആരോടും പ്രത്യേകമായി ചോദിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഏതൊക്കെ കാലത്താണ് സംഭവിച്ചതെന്ന് അന്വേഷണം നടക്കട്ടെ എന്ന്. നമ്മളെന്തിനാ അത്ര ധൃതിപ്പെടുന്നു? അന്വേഷണം പൂർത്തിയാകട്ടെ. അന്വേഷണം പൂർത്തിയാകുമ്പോൾ മനസ്സിലാവുമല്ലോ. ഉണ്ണികൃഷ്ണൻ പോറ്റിയും സ്മാർട്ട് ക്രിയേഷൻസിലെ പങ്കജ് ഭണ്ഡാരിയും സ്വർണ്ണ വിൽപ്പനക്കാരൻ ബെല്ലാരി ഗോവർദ്ധനും ഇത്രയും നാൾ അരിച്ചെടുത്ത സ്വർണം സൂക്ഷിച്ചു വെച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കാനാകും? നടന്നത് അന്താരാഷ്ട്ര പുരാവസ്തു കടത്തെന്ന് ഹൈക്കോടതി സംശയം പറഞ്ഞതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. കേന്ദ്ര ഏജൻസി വരാതിരിക്കാൻ ഇത് അന്താരാഷ്ട്ര കള്ളക്കടത്തല്ല, രാജ്യത്തിനുള്ളിൽ ഒതുങ്ങുന്ന കടത്താണ് എന്ന് പറഞ്ഞ് പ്രത്യേക അന്വേഷണ സംഘം ഒഴിയും എന്ന് മാത്രം. കടകംപള്ളിയെ ചോദ്യം ചെയ്യേണ്ടി വന്നതും പ്രവാസി വ്യവസായി മൊഴി നൽകിയ ശേഷമാണ്. സ്വർണ്ണ ഉരുപ്പടികൾ കടത്തിയതിലുള്ള പങ്ക് അന്വേഷിക്കുമ്പോൾ ഞെട്ടിക്കുന്ന പല വിവരങ്ങളും പ്രതീക്ഷിക്കാം. പക്ഷേ അതിന് അറസ്റ്റുകൾ ഇനിയും വേണ്ടിവരും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നടപടി എടുക്കുക എന്ന് പറയുന്നത് സംഘടനാപരമായൊരു ചുമതല മാത്രമാണ്. അവർ ജനപ്രതിനിധികളൊന്നുമല്ല. അവർ സാധാരണ രീതിയിലുള്ള പാർട്ടി പ്രവർത്തകരാണ്. അതിൽ പ്രധാനപ്പെട്ട പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ പത്മകുമാർ തന്നെയാണ്. പത്മകുമാറിന്റെ പേരിൽ നടപടി എടുക്കണമെങ്കിൽ 2 കാര്യം സംബന്ധിച്ച് വ്യക്തത വേണം. നിങ്ങൾക്ക് നല്ലതുപോലെ പറയാൻ, പ്രചരണം നടത്താൻ ഞങ്ങളൊരു നടപടി ഉണ്ടായാൽ സ്വർണ്ണക്കൊള്ളക്ക് പാർട്ടി നടപടി എന്ന ഹെഡിങ്ങാണ് നിങ്ങൾ ബാനറായിട്ട് വരിക. ഞങ്ങളത് ഉദ്ദേശിക്കുന്നില്ല. കാരണം എന്താ അറിയോ? 2 കാരണം കൊണ്ടാണ്. ഞാൻ പറയാം ഓരോന്നായിട്ട്. ഒന്നാമത്തെ കാര്യം, ഈ കൊള്ളയുമായി ഇവർക്ക് എന്താണ് ബന്ധം എന്നുള്ളത് കൃത്യമായിട്ട് തിരിച്ചറിയണം.
അത് ഇതുവരെ തിരിച്ചറിയണ്ടില്ല. ആർക്കും ഇല്ല, നിങ്ങൾക്കും ഇല്ല, എനിക്കും ഇല്ല. രണ്ടാമത്തെ കാര്യം, ഇത് കൊള്ളയുടെ ഭാഗമല്ല എങ്കിലും അതിൻ്റെ അകത്ത് നോട്ടക്കുറവുണ്ടായോ അല്ലെങ്കിൽ ഗൗരവക്കുറവുണ്ടായോ എന്നുള്ള കാര്യം രണ്ടാമതൊരു ഭാഗമുണ്ട്. ഇതിലേതാ എന്നുള്ളതിനെ സംബന്ധിച്ച് ചാർജ് ഷീറ്റ് കൊടുക്കുമ്പോൾ മാത്രമേ മനസ്സിലാക്കാനാവൂ. ഞങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ അതില്ല. അത് കൊടുത്തു കഴിയുമ്പോൾ ഞങ്ങൾക്ക് വകതിരിവോടെ കൃത്യമായ നിലപാട് സ്വീകരിക്കാം. ആ നിലപാടേ പാർട്ടി സ്വീകരിക്കുള്ളൂ. ഇതെല്ലാം ആളുകളെ കളിപ്പിക്കുകയല്ലേ. ഈ കൊള്ളയ്ക്കകത്ത് സർക്കാരിലെ ഉന്നതന്മാർക്ക് പങ്കുണ്ട്. ആ പാർട്ടിക്കാർ മുഴുവൻ ജയിലിൽ പോകുന്നു. ഓരോരുത്തരായിട്ട് ജയിലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരായിട്ട് ഇപ്പൊ ജയിലിലേക്കുള്ള യാത്രയാണ് ഇവര്. ഘോഷയാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ് ജയിലിലേക്ക്. എന്നിട്ട് ഈ CPM നേതാക്കന്മാർക്കെതിരെ ഒരു നടപടി സ്വീകരിക്കാൻ കഴിയാത്ത ഈ പാർട്ടി സെക്രട്ടറിയെ പറ്റി ഓർത്ത് എനിക്ക് സഹതാപമേ ഉള്ളൂ. ഞങ്ങൾക്ക് സഹതാപമാണുള്ളത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിരന്തരമായി SITയുടെ അന്വേഷണം തടസ്സപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ആ അന്വേഷണ സംഘത്തിൻ്റെ മീതെ അനാവശ്യമായ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അവസാനം 2 പോലീസ് ഉദ്യോഗസ്ഥന്മാരെ SITയിലേക്ക് പ്രവേശിപ്പിക്കുക. അവർക്ക് 2 പേർക്കും പരസ്യമായ CPM ബന്ധമുള്ള ആളുകളാണ്. CPM ബന്ധമുള്ള ചില പോലീസ് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടു കൂടി SITയിൽ കടന്നു കയറി SITയുടെ അന്വേഷണത്തിൻ്റെ രഹസ്യങ്ങൾ CPMന് ചോർത്തിക്കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടക്കുന്നത്. അന്വേഷണത്തിൻ്റെ വഴി എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഇപ്പം നമുക്ക് പ്രവചിക്കാൻ പറ്റുന്നില്ല. പക്ഷേ അന്വേഷണ രീതികളെക്കുറിച്ച് ഒരുപാട് സംശയങ്ങൾ പൊതുസമൂഹത്തിനുണ്ട്. ഈ അന്വേഷണം നടക്കുന്നത് ഹൈക്കോടതി ഇടപെട്ടുകൊണ്ട് മാത്രമാണല്ലോ. ഹൈക്കോടതി ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഒരാളും ഇപ്പോഴും അകത്താകില്ലായിരുന്നു, ഈ അന്വേഷണം ഉണ്ടാവില്ലായിരുന്നു, ഇത് പുറത്ത് വരില്ലായിരുന്നു. അപ്പോൾ ഹൈക്കോടതിയാണ് ഇക്കാര്യത്തിൽ ഏറ്റവും വലിയ ശരിയായിട്ടുള്ള നടപടിയുമായി മുന്നോട്ട് പോയത്. ഹൈക്കോടതി നിയമിച്ച SIT ആണെങ്കിലും ഈ SITയെ ഉദ്യോഗസ്ഥന്മാരെല്ലാം കേരള സർക്കാർ നിയന്ത്രണത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരാണ്. കേരള സർക്കാർ നിയന്ത്രിക്കുന്ന ഒരു പോലീസിനെ എത്രമാത്രം മുന്നോട്ട് പോകാൻ പറ്റുമെന്നുള്ളതിൻ്റെ പരിമിതിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വേട്ടനായ്ക്കളല്ല, ഏതായാലും വേട്ടനായ്ക്കളല്ല. ഈ എല്ലാത്തിനും സാറിന്റെ പേര് മാത്രമാണ് ഇപ്പൊ അതെ, നോക്കാം. അയ്യപ്പൻ നോക്കിയോളൂ. ഈ കടകംപള്ളിയാണോ ദൈവതുല്യം? കടകംപള്ളിയാണോ ദൈവതുല്യം? ഏതായാലും ശവന്തീനികളല്ല. പത്മകുമാറിനുണ്ടായതുപോലെ ഏതാണ്ട് സമാനമായ പങ്കാളിത്തം പ്രശാന്തിനുമുണ്ട്. 2019 അറ്റകുറ്റപ്പണി നടത്തിയ ദ്വാരപാലക ശില്പപ്പാളികൾ വീണ്ടും കഴിഞ്ഞ വർഷം ചെന്നൈയിലേക്ക് സ്വർണം പൂശാൻ കൊടുത്തുവിട്ടത് എന്തിനാണ്? സന്നിധാനത്ത് വെച്ച് എന്തുകൊണ്ട് അറ്റകുറ്റപ്പണി നടത്തിയില്ല? 6 വർഷത്തിനുള്ളിൽ എങ്ങനെ സ്വർണം കറുത്തുപോയി? ഹൈക്കോടതി തന്നെ ഇക്കാര്യത്തിൽ സംശയം ഉന്നയിച്ചതാണ്. ദേവസ്വം ബോർഡിന്റെ ഉത്തരവ് ഇക്കാര്യത്തിൽ സംശയകരവുമാണ്. ഉത്തരം പറയേണ്ടത് PS പ്രശാന്തും അംഗങ്ങളുമാണ്. കടകംപള്ളിയെ മാത്രമല്ല PS പ്രശാന്തിനെയും പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തിട്ടുണ്ട്. ഉത്തരങ്ങൾ ഒത്തുപോയില്ലെങ്കിൽ പ്രശാന്തിന് കുരുക്കാകും. മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വത്തിന്റെ ചുമതല വഹിച്ചപ്പോഴാണല്ലോ ഇതൊക്കെ നടന്നത്. ഞാൻ ചോദിക്കട്ടെ, ഒരു മന്ത്രി അറിയാതെ ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശബരിമലയിൽ ഉണ്ടായി എന്ന് ആര് വിശ്വസിക്കും? ആർക്കാണത് വിശ്വസിക്കാൻ കഴിയുന്നത്? 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും മാത്രം വിചാരിച്ചാൽ ഇത്രയും വലിയ ഒരു സ്വർണ്ണക്കൊള്ള അവിടെ നടത്താൻ കഴിയുമോ? ഇതൊന്നും ഒരിക്കലും മൂടി വെക്കാൻ കഴിയില്ല. സത്യത്തെ സ്വർണ്ണപ്പാളി കൊണ്ട് മൂടിയാലും ആ സത്യം പുറത്തു വരും. അതാണ് ഇപ്പൊ തെളിഞ്ഞിരിക്കുന്നത്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇനിയും CPMന്റെ ഉന്നത നേതാക്കൾക്ക് ഉള്ള പങ്ക് വെളിച്ചത്ത് വരും. പ്രവാസി വ്യവസായിയുടെ മൊഴിയെ ചുറ്റിപ്പറ്റി അന്വേഷണ സംഘം കറങ്ങുന്ന കാഴ്ചയാണ് ഇപ്പോൾ. ഡി മണിയൊക്കെ അന്വേഷണ വൃത്തത്തിലേക്ക് വരുന്നതും അങ്ങനെയാണ്. സന്നിധാനത്തെ അമൂല്യ വസ്തുക്കളിൽ കണ്ണുവെച്ച റാക്കറ്റിനെ കുറിച്ചുള്ള വിവരങ്ങൾ പ്രവാസി വ്യവസായിക്ക് എങ്ങനെ കിട്ടി? പുരാവസ്തു കടത്തിലെ നിർണായക വിവരങ്ങളുമായി രമേശ് ചെന്നിത്തല വഴി പ്രവാസി വ്യവസായി മൊഴി കൊടുക്കാൻ എത്തിയത് അന്വേഷണത്തിൽ തന്നെ വഴിത്തിരിവാണ്. ഒന്നിലും ഒപ്പിടേണ്ടി വരാത്ത ദേവസ്വം മന്ത്രി പോലും അന്വേഷണ പരിധിയിലേക്ക് വരണമെങ്കിൽ ഈ മൊഴി പ്രധാനമാണ്. ചോദ്യങ്ങൾ പലതുണ്ട്. വെറും മൊഴിയല്ലാതെ പുരാവസ്തു കടത്തിലെ കണ്ണികളെക്കുറിച്ച് പ്രവാസി വ്യവസായി വിവരം നൽകിയിട്ടുണ്ടോ? വീഡിയോ തെളിവുകൾ ഉണ്ടാവുമോ? മന്ത്രിയായിരിക്കെ കടകംപള്ളിയുടെ വിദേശ യാത്രകളെക്കുറിച്ച് സംശയിക്കേണ്ട എന്തെങ്കിലും മൊഴിയിലുണ്ടോ? എല്ലാ കുറ്റവാളികളും നിയമത്തിന്റെ വലയിലാവണമെങ്കിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം അനിവാര്യമായേ മതിയാവൂ എന്നുള്ള കാര്യം
സ്ഥിരീകരിക്കപ്പെടുക. നമ്മൾ സ്വർണ്ണക്കൊള്ളയുടെ വിശദാംശങ്ങൾ ഓരോന്ന് പുറത്തു വരുമ്പോഴും ഇവിടുത്തെ അന്വേഷണം കൊണ്ട് ഇത് പൂർണ്ണമായിട്ടും തെളിയാൻ പോകുന്നില്ല എന്നുള്ള വസ്തുതയിലേക്ക് എത്തിച്ചേരുകയാണ്. പ്രമുഖരായിട്ടുള്ള പല ആളുകളും ഇതിൽ പങ്കാളികളാണ് എന്ന് അന്വേഷണ സംഘത്തിന് ബോധ്യമായപ്പോൾ മുകളിൽ നിന്നുള്ള ഇടപെടലുകൾ ശക്തമായിരിക്കും. കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തതിന് ശേഷം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിയിരിക്കുക. 2 പ്രമുഖരായിട്ടുള്ള CPM കേഡറുകളെ പോലീസിനകത്തുള്ള ഈ അന്വേഷണ സംഘത്തിൽ ഇപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഈ സ്വർണ്ണക്കൊള്ളയ്ക്ക് മാർക്സിസ്റ്റ് പാർട്ടിക്ക് പങ്കുണ്ട്, അവരെ ന്യായീകരിക്കുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ കാര്യത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ കാര്യത്തിൽ ഈ അനങ്ങാമ്പാറ നയമാണ് SITയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നതെങ്കിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയോട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഈ കാര്യത്തിൽ ഹൈക്കോടതിയുടെ അതിർത്തി പ്രകടിപ്പിച്ചുകൊണ്ട് സമയബന്ധിതമായി അന്വേഷണം നടത്താൻ. ഇപ്പോ നമ്മുടെ മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ വിളിച്ച് മൊഴിയെടുത്തു. അദ്ദേഹം പോയി, വേറെ എവിടെയോ നടക്കുന്ന സമ്മേളനത്തിൽ പോയി. എന്താ അറസ്റ്റ് വൈകുന്നത്? അറസ്റ്റ് ചെയ്തേക്കുമെന്ന വാർത്ത മാത്രം പ്രചരിപ്പിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നലെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾ പറഞ്ഞു, ഞങ്ങൾ കുറ്റക്കാരെ സംരക്ഷിക്കുകയില്ല, നിയമം നിയമത്തിന്റെ വഴിക്ക് പോട്ടെ. പക്ഷെ ഇപ്പോൾ നിയമം മാർക്സിസ്റ്റ് പാർട്ടിയുടെ വഴിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പറയുന്നതിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ അനന്തര നടപടികൾ ഉടൻ തന്നെ ഉണ്ടാവണം. അന്വേഷണം ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇതിന്റെ വലിയ കണ്ണുകളിലേക്ക് അന്വേഷണം കിടക്കുകയാണ്. പോറ്റിയിൽ നിന്ന് ആരംഭിച്ച അന്വേഷണം ഇപ്പോൾ എത്തി നിൽക്കുന്നത് കടകംപള്ളിയെ ചോദ്യം ചെയ്ത സമയമാണ്. ആദ്യം പോറ്റി, പിന്നീട് പോറ്റിയെ പിടികൂടിയപ്പോൾ കൈ കഴുകാൻ ശ്രമിച്ച മാർക്സിസ്റ്റ് പാർട്ടിക്കും ഗവൺമെന്റിനും അന്വേഷണം മറ്റൊരു ഘട്ടത്തിലേക്ക് കടന്നപ്പോൾ അത് ദേവസ്വം ബോർഡ് മെമ്പേഴ്സിലേക്ക് കടന്നു. ദേവസ്വം ബോർഡ് മെമ്പേഴ്സിൽ നിന്നും അന്വേഷണം വീണ്ടും സമഗ്രമായി മുന്നോട്ട് പോയപ്പോൾ അത് അന്ന് മന്ത്രിയായിരുന്ന ബഹുമാനായ ശ്രീ കടകംപള്ളിയിലേക്ക് കടന്നു. അപ്പൊ കടകംപള്ളിയിലേക്ക് അന്വേഷണം വന്നപ്പോൾ സ്വാഭാവികമായും കടകംപള്ളിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. ഇത് അധികാര തലത്തിൽ നടന്ന ചില നീക്കങ്ങളുടെ അല്ലെങ്കിൽ അധികാര തലത്തിലുണ്ടായ ചില ആളുകളുടെ ഒത്താശയോടുകൂടിയാണ് ഈ ഇത്രയും ഭീമമായ ഒരു കൊള്ള ശബരിമലയിൽ നടന്നത്. നമുക്കറിയാം, കേരളത്തിൽ അധികാര തലത്തിൽ ഒരു ഈച്ച അനങ്ങണമെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അറിവുണ്ടാകണം, മുഖ്യമന്ത്രിയുടെ സമ്മതമുണ്ടാകണം. പോറ്റിയുമായി ബന്ധപ്പെട്ട് ശബരിമലയിലെ കാര്യങ്ങൾ ഏറ്റെടുത്ത് എല്ലാവരും ഇതിനകത്ത് കുറ്റക്കാരാണെന്ന് ഇപ്പോൾ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മുഖ്യമന്ത്രിയും പോറ്റിയുമായ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ നടന്ന കവർച്ചയുടെ, ഈ നടന്ന സ്വർണ്ണക്കൊള്ളയുടെ ഇതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനും ചില പങ്കുണ്ടാവും. അപ്പൊ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വന്നാൽ മുഖ്യമന്ത്രി അതിൻ്റെ അകത്ത് പങ്കുവഹിച്ചിട്ടുണ്ടാകണം. അതുകൊണ്ട് മുഖ്യമന്ത്രിയെക്കുറിച്ച് അന്വേഷിക്കണം. ശബരിമല ശ്രീകോവിലിലെ അമൂല്യ ഉരുപ്പടികൾ എങ്ങോട്ടാണ് കടത്തിയത്? ഡി മണിയേക്കാൾ വലിയ കണ്ണികൾ ആരൊക്കെ? കേട്ടുകേൾവി അല്ലാതെ നേരിട്ടറിവുള്ള വിവരങ്ങൾ മൊഴിയിലുണ്ടോ? മൊഴിയിൽ പ്രവാസി വ്യവസായി ഉറച്ചു നിൽക്കുമോ? വർഷങ്ങൾ നീണ്ട ആസൂത്രണമാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിലുള്ളത്. ഉദ്യോഗസ്ഥർ മാത്രം അറിഞ്ഞുള്ള തിരിമറി എന്ന ആദ്യ ന്യായീകരണങ്ങളെല്ലാം അവസാനിച്ചു. സ്വാഭാവികമായും അന്വേഷണ സംഘത്തിന് സമ്മർദ്ദത്തിന്റെ നാളുകൾ. അന്വേഷണം എത്തേണ്ടിടത്ത് എത്താതിരിക്കാൻ സർക്കാരിൽ നിന്ന് സമ്മർദ്ദമുണ്ടാകും. ഹൈക്കോടതിയുടെ നിരീക്ഷണം മറുവശത്തും. ദൗത്യമാകട്ടെ സന്നിധാനത്തെ സ്വർണ്ണ ഉരുപ്പടികൾ എവിടെയെന്ന് കണ്ടെത്തുക എന്നതാണ്. യഥാർത്ഥത്തിൽ ഇതെല്ലാം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ആളുകളല്ലേ? ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് ഓരോ ഉദ്യോഗസ്ഥനെയും ഹൈക്കോടതിയുടെ അംഗീകാരത്തോടു കൂടിയാണ് നിശ്ചയിക്കുന്നത്. യഥാർത്ഥത്തിൽ അതീവ ഗൗരവമായൊരു പ്രശ്നം പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഫോൺ വഴി സമ്മർദ്ദം ചെലുത്തുന്നു. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറയുന്നു ഇത് ലീക്ക് ചെയ്ത് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ പ്രതിപക്ഷ നേതാവിനെ എവിടെ നിന്ന് ലീക്ക് ചെയ്ത് കിട്ടി? മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പ്രതിപക്ഷ നേതാവിനെ വിളിച്ചു പറഞ്ഞു നിങ്ങളൊന്ന് സമ്മർദ്ദം ചെലുത്തണം, അങ്ങനെയാണോ? അപ്പോൾ അദ്ദേഹം ഓരോ ദിവസവും പറയുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങൾ ആ അവതരണ രീതി കണ്ടിട്ട് അതിലങ്ങ് നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഓരോ ദിവസവും പറയുന്നത് പിറ്റേ ദിവസം നമ്മൾ വൈരുദ്ധ്യം കാണണ്ടേ? തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം അന്വേഷണത്തിന്റെ ദിശ എങ്ങോട്ടായിരുന്നു? ആരിൽ നിന്നൊക്കെ വിവരങ്ങൾ കിട്ടി? എന്താണ് പുതിയ കണ്ടെത്തലുകൾ? അയ്യപ്പന്റെ മുതല് കട്ടവരും കളവിന് കൂട്ടുനിന്നവരുമായ വെറുക്കപ്പെട്ടവരുടെ പട്ടിക എവിടെ വരെ എത്തി?
അടുത്ത അന്വേഷണ റിപ്പോർട്ട് ഹൈക്കോടതിയിലെത്തുമ്പോൾ കോടതിയിൽ നിന്ന് അടുത്ത ഇടക്കാല ഉത്തരവ് വരുമ്പോൾ ചിത്രം കൂടുതൽ തെളിയുമെന്ന് പ്രതീക്ഷിക്കാം. സ്വർണം കട്ടവൻ ആരപ്പ, സഖാക്കളാണേ അയ്യപ്പ. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ UDFന്റെ വിജയമന്ത്രങ്ങളിൽ ഒന്ന്. CPMനെ അസ്വസ്ഥമാക്കിയ വരികൾ. മറുപാരടികൾ എഴുതാനും പ്രചരിപ്പിക്കാനും CPM മാത്രമല്ല ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത്, BJPയുമുണ്ട്. പുരാവസ്തു തട്ടിപ്പിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ പോറ്റിയെ കയറ്റിയവർ കോൺഗ്രസുകാരാണെന്നാണ് CPM BJP വാദം. സോണിയാഗാന്ധിയുടെ കയ്യിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ചരട് കെട്ടിയ ചിത്രം നേതാക്കൾ മാത്രമല്ല മുഖ്യമന്ത്രിയും ആയുധമാക്കും. സോണിയാഗാന്ധിയുടെ കൂടെ നിന്നത് ഒന്ന്, ഇപ്പോൾ ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയായി വന്നിട്ടുള്ള പോറ്റിയെ കയറ്റിയെന്ന് പറഞ്ഞില്ലേ, ആ പോറ്റി ആദ്യം കയറിയത് അവിടെയാണ്, കേട്ടില്ലേ? അപ്പോൾ പോറ്റി ഒറ്റക്ക് അവിടെ ചെല്ലുകയല്ല, പോറ്റി ഒരു ഭാഗത്ത്, പിന്നെ മറ്റൊരു ഭാഗത്ത് ഈ ഇപ്പോൾ അന്വേഷക സംഘം കണ്ടെത്തിയിട്ടുള്ള ഈ സ്വർണം വാങ്ങി എന്ന് പറയുന്ന വ്യാപാരി മറ്റൊരാൾ. ഇതെങ്ങനെയാണ് ഈ രണ്ടുപേരും കൂടി ഒന്നിച്ച് ഒരേ സമയം സോണിയാഗാന്ധിയെ പോലുള്ള മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞാണല്ലോ, അത്ര മാത്രം സുരക്ഷിതത്വമുള്ള ഒരു നേതാവിൻ്റെ അടുത്തെത്തുന്നത്? 3 CPM നേതാക്കൾ ജയിലിൽ കിടക്കുന്നു. പോറ്റിയെ കയറ്റിയെ പാരഡി ഗാനം CPMനെ നാണക്കേടിലാക്കുന്നു. തിരിച്ചടിക്കാൻ കിട്ടിയത് സോണിയാഗാന്ധിക്കൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധനും നിൽക്കുന്ന ഫോട്ടോ. കൂട്ടത്തിൽ അടൂർ പ്രകാശും ആന്റോ ആന്റണിയും. UDF ഭരണകാലത്ത് പോറ്റി സന്നിധാനത്തെ ചടങ്ങുകളിൽ വന്ന ചിത്രങ്ങളും. ശബരിമലയ്ക്ക് ആംബുലൻസ് കൊടുക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രിക്കൊപ്പം പോറ്റി നിൽക്കുന്ന പടം പ്രചരിപ്പിച്ചതും പിണറായി വിജയൻ തിരിച്ചടിക്ക് ഉപയോഗിച്ചു. നഷ്ടപ്പെട്ട പ്രതിച്ഛായ തിരിച്ചു പിടിക്കാനുള്ള അവസാന ശ്രമം. ഞങ്ങൾ മാത്രമല്ല അവരും ഉണ്ടെന്ന തന്ത്രപരമായ തിരിച്ചടി നൽകൽ. ഈ കള്ളക്കടത്തിന്റെ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ കൊള്ളയുടെ പ്രധാനപ്പെട്ട വക്താവും ആ സ്വർണം കൊണ്ടുപോയിട്ട് വിറ്റു എന്ന് കൃത്യമായിട്ട് അവർ തന്നെ സ്വർണം കടത്തല്ലോ, സ്വർണം കണ്ടെത്തി. അവര് എന്തടിസ്ഥാനത്തിലാണ് ഇവരെല്ലാമായിട്ടുള്ള ബന്ധം ശക്തിപ്പെട്ടു എന്നത് മിശ്രം പറയേണ്ടിയുണ്ട്. UDF കൺവീനറെ ചോദ്യം ചെയ്യും എന്ന വാർത്ത മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതോടുകൂടി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന് SITയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടോ? ആ വാർത്ത മാധ്യമങ്ങൾ കൊടുത്തതിൻ്റെ പിന്നാലെയല്ലേ പ്രതിപക്ഷ നേതാവ് SITക്കെതിരായി രംഗത്തെത്തിയത്? മണിക്കൂറുകൾ കൊണ്ടാണ് ഈ മലക്കം മറിച്ചത്. ഇപ്പോൾ പ്രതിപക്ഷത്തിന് ഇപ്പം അന്വേഷണത്തിൻ്റെ പോക്കിൽ ഭയമുണ്ടെങ്കിൽ ആ പാരഡി ഗാനം ഒന്ന് അന്ന് പാടിയതുപോലെ ഒരുമിച്ചിരുന്ന് കൂട്ടമായിട്ട് പാടിയാൽ മതി. പാരഡി പാടിയത് ഇപ്പോൾ കൂട്ട നിലവിളിയായിട്ട് മാറുമോ എന്ന് നമുക്ക് കണ്ടറിയാം. ഈ പോറ്റി സോണിയാഗാന്ധിയെ കണ്ട സമയത്ത് എങ്ങനെയാണ് ഇപ്പോൾ പോറ്റി ഇപ്പോൾ ശബരിമലയിൽ നിന്ന് വരകുന്ന ഒരാളെന്ന നിലയിൽ സോണിയാഗാന്ധിയുടെ അടുത്ത് എത്തി, അല്ലെങ്കിൽ സോണിയാഗാന്ധിയുടെ അടുത്ത് ആരെങ്കിലും എത്തിച്ചു എന്ന് വിചാരിക്കുക. ഈ ബെല്ലാരി ഗോവർദ്ധനം, ഈ പങ്കജ ഭണ്ഡാരി എങ്ങനെ സോണിയാഗാന്ധിക്കൊപ്പം എത്തി? അവിടെ അടൂർ പ്രകാശിൻ്റെ പങ്കെന്താണ്? ചോദ്യങ്ങൾ ഇരട്ടിക്കുകയാണ്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ, ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചില ചോദ്യങ്ങളിലൂടെ മുന്നോട്ട് വച്ചപ്പോൾ അതിൽ അദ്ദേഹത്തിന് ചെറിയൊരു വിഷമമുണ്ടായി. ഇപ്പോൾ വ്രണതഹൃദയനായ അദ്ദേഹം ഒന്ന് പ്രതികരിക്കുകയാണ്, ഒരു ഉണ്ടയില്ലാ വെടി. പക്ഷേ ഒരു UDF കൺവീനർ ഇത്ര ഒരു തമാശക്കാരനാണെന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. അദ്ദേഹം ഇങ്ങനെ തമാശക്കാരനാകരുത്. അദ്ദേഹം നുണ പറയുമ്പോൾ പോലും ഒരു യുക്തിയോടുകൂടി പറയണം. CPM സംസ്ഥാന സെക്രട്ടറിയും ഇതേ ആരോപണം ഉന്നയിച്ചതും CPM ഇനി പറയാൻ പോകുന്ന ന്യായീകരണം ഇതുതന്നെ എന്ന് വ്യക്തമാക്കുന്നത്. BJPയും ഇതേ ചിത്രം കോൺഗ്രസിനെതിരെ ഉപയോഗിക്കുന്നു. സ്വർണം കട്ടവൻ ആരപ്പ, സഖാക്കളാണേ അയ്യപ്പ. സ്വർണം വിറ്റതാർക്കപ്പ, കോൺഗ്രസിനാണേ അയ്യപ്പ. ഇതാണ് BJP മന്ത്രം. വൈറലായിട്ടുള്ള ഒരു പാട്ട് ഇപ്പം ഇറങ്ങിയല്ലോ, ആ പാട്ടിൽ ചില ഭേദഗതികൾ വരുത്തേണ്ടി വരുമെന്നുള്ളതാണ്. വരും ദിവസങ്ങളിൽ ആ പാട്ടിൽ ചില ഭേദഗതികൾ വരുത്തി നമുക്ക് കേൾക്കേണ്ടതായിട്ട് വരും. സ്വർണം കട്ടവൻ ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ. സ്വർണം വിറ്റത് ആർക്കപ്പ, കോൺഗ്രസിനാണ് അയ്യപ്പ. ലാഭം കൊയ്തത് ആരൊക്കെ, ഇന്ത്യ മുന്നണി ഒറ്റക്ക്. ഇത് നാളെ കേരളത്തിലെ ജനങ്ങൾ ഒരു പാരഡി ഗാനമായിട്ട് പാടുന്ന സ്ഥിതി വരും. എങ്ങനെയാണ് സ്വർണ്ണക്കള്ളക്കടത്തിന് നേതൃത്വം നൽകിയ
മോഷ്ടാവായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയും ആ സ്വർണം വിലക്കെടുത്തു എന്ന് പറയുന്ന വ്യാപാരിയും ഒരുമിച്ച് സോണിയാഗാന്ധിയെ കാണുന്നത്? ഏത് കാലഘട്ടത്തിലാണ് സോണിയാഗാന്ധിയെ അവർ സന്ദർശിക്കുന്നത്? ആരാണ് സോണിയാഗാന്ധിക്ക് അവരെ പരിചയപ്പെടുത്തിയത്? ശബരിമല സ്ത്രീ പ്രവേശന പ്രക്ഷോഭത്തിലെ രാഷ്ട്രീയ നേട്ടം UDF-ലേക്ക് മാത്രം പോയത് ഇനി ആവർത്തിക്കാതിരിക്കാൻ കോൺഗ്രസിനെ കൂടി സ്വർണ്ണക്കൊള്ളയുടെ ഫ്രെയിമിലേക്ക് കൊണ്ടുവരാനുള്ള തന്ത്രപരമായ രാഷ്ട്രീയ നീക്കം. എന്തിന് പോറ്റി സോണിയയെ കണ്ടു? ആരാണ് അവസരം ഉണ്ടാക്കി കൊടുത്തത്? കോൺഗ്രസുകാർക്ക് പോറ്റിയുമായും ഗോവർദ്ധനുമായുള്ള ബന്ധമെന്ത്? ഇതിനെല്ലാം ഉപരിയായി സോണിയാഗാന്ധിയുടെ ഇറ്റലിയിലെ ബന്ധുവിൻ്റെ പുരാവസ്തു കച്ചവടത്തിലേക്കും BJP ആരോപണത്തിൻ്റെ സൂചി തിരിയുന്നു. അവിടെ നടത്തിയ പൂജയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇയാൾ ഡൽഹിയിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, സോണിയാഗാന്ധിക്ക് കൊടുക്കാനുള്ള ഞങ്ങൾ പൂജ നടത്തിയിട്ടുള്ള കാര്യങ്ങൾ സോണിയാഗാന്ധിക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത് എന്ന് പറഞ്ഞ് അപ്പോൾ അവരോടൊപ്പം ഒന്ന് ചെല്ലണമെന്ന് പറഞ്ഞ് ഞാൻ പോയി. ഞാനില്ല അത് നിങ്ങൾ അന്വേഷിക്കണം. അല്ലല്ല, ഞാൻ ഒരു കാരണവശാലും അടൂർ പ്രകാശ് മുഖാന്തരം അങ്ങനെ ഒരു അവിടെ പോകാൻ വേണ്ടിയുള്ള ഒരു തീരുമാനം എടുത്തിട്ടില്ല. പക്ഷെ അന്ന് എനിക്കറിയില്ല ഇയാൾ ഈ കാട്ടുകൊള്ളക്കാരനാണെന്നോ കൊള്ള സംഘത്തിൻ്റെ തലവനാണെന്നോ ഒന്നും അറിഞ്ഞുകൊണ്ടല്ല അവിടെ പോയത്. ആര് അപ്പോയിൻമെൻ്റ് എടുത്തു കൊടുത്താലും എന്താ കുഴപ്പം? അന്ന് അയാൾ ഏതെങ്കിലും കേസിൽ പ്രതിയാണോ? അവരെയൊക്കെ എത്ര പേര് കാണുന്നു? 100 കണക്കിന് ആളുകൾ കാണും. അവരെയൊക്കെ എത്ര പേര് കാണും? അന്ന് അയാളൊരു കേസിൽ പ്രതിയായിട്ടുള്ള ആളല്ലല്ലോ. അയാൾക്ക് പല ബന്ധങ്ങളും കാണും, പല ആളുകൾ കാണും. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ആളുകൾ ചിലപ്പോൾ മനഃപൂർവ്വം പോയി ആളുകളെ കണ്ട് ഫോട്ടോയൊക്കെ എടുക്കും. അത് ചോദിക്കേണ്ട ഒരു ആവശ്യമില്ല. അതൊരു തെറ്റല്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെ ഫോട്ടോ എടുത്തവരല്ലല്ലോ അന്വേഷിക്കുന്നത്. പല ക്രിമിനലുകൾക്കും പല കുഴപ്പക്കാർക്കും ഒക്കെ പലരുടെയും കൂടെ നിന്ന് ഫോട്ടോ എടുത്തതാണ്. ഫോട്ടോ എടുത്തവരെയൊക്കെ പ്രതികളാകാൻ പറ്റുമോ? ഒപ്പം നിൽക്കുന്ന ഫോട്ടോ എടുത്ത എല്ലാവരും അങ്ങനെയാണെങ്കിൽ പിണറായി വിജയൻ പ്രതിയാവണമല്ലോ. പിണറായി വിജയൻ SIT ചോദ്യം ചെയ്യണമല്ലോ. പിണറായി വിജയൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയും കൂടി നിൽക്കുന്ന പടം ഉണ്ടല്ലോ. അത് അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒറ്റ വാക്കേ പറയാനുള്ളൂ, അവരുടെ തലയിൽ നെല്ലിക്ക തളം വെക്കേണ്ട നേരമായി. അതിശക്തമായിട്ട് ഞങ്ങൾ ഇടപെടുക മാത്രമല്ല, സർക്കാരിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള സമരമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. കാരണം ഇപ്പം നടക്കുന്ന പ്രതികളെ രക്ഷിക്കാനുള്ള ശ്രമം ഇതേ രീതിയിലാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നതെങ്കിൽ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ പോറ്റിക്ക് ഉൾപ്പെടെ ജാമ്യം കിട്ടുന്ന അവസ്ഥ കേരളത്തിലുണ്ടാവും. സോണിയാഗാന്ധിയുടെ അടുത്ത് നിൽക്കുന്ന ആളുകൾ കുറ്റക്കാരാണെന്ന് പറയുകയാണെങ്കിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്ന മുഖ്യമന്ത്രി കുറ്റക്കാരനല്ലേ? അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി അത് ഒഴിഞ്ഞു മാറുന്നത്? എന്തുകൊണ്ടാണ്? CPM BJP അന്തർധാര, സഖാക്കൾ അറസ്റ്റിലാകുമ്പോൾ BJPയുടെ രക്ഷാപ്രവർത്തനം, ഇങ്ങനെയൊക്കെ പ്രതിരോധിക്കാൻ കോൺഗ്രസിന്റെ ശ്രമം. സ്വർണ്ണക്കൊള്ള നടന്നത് ഇടത് ഭരണകാലത്തും ഇടത് ഭരണസമിതിയുടെ കാലത്തുമാണെന്ന് വ്യക്തം. അതിനിടെ കോൺഗ്രസിനെ കൂടി സംശയനിഴലിലേക്ക് കൊണ്ടുവരുന്നത് ആശയക്കുഴപ്പമുണ്ടാക്കലാണ്. 1998 മുതലുള്ള ശബരിമലയിലെ ക്രമക്കേട് അന്വേഷിക്കണമെന്ന് CPM-ഉം BJP-യും നേരത്തെ മുതൽ ആവശ്യപ്പെടുന്നതാണ്. ഹൈക്കോടതി പക്ഷേ 2019 മുതൽ 2025 വരെയുള്ള കാലത്തെ സ്വർണ്ണക്കൊള്ളയിലേക്കാണ് ശ്രദ്ധയൂന്നിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വർണ്ണക്കൊള്ള വിവാദം UDF-നെ സഹായിച്ചത് തിരിച്ചറിഞ്ഞുള്ള രക്ഷാപ്രവർത്തനത്തിന് CPM ശ്രമിക്കുമ്പോൾ രാഷ്ട്രീയ ലാഭം തങ്ങൾക്ക് കൂടി അർഹതപ്പെട്ടതാണെന്ന് BJP-യും തിരിച്ചറിയുന്നു. അതിനുമപ്പുറം ഈ വാഗ്വാദങ്ങൾക്ക് ആയുസ്സുണ്ടാകാൻ ഇടയില്ല. തട്ടിപ്പുകാർ പ്രമുഖർക്കൊപ്പം എടുത്ത ഫോട്ടോകൾ മാത്രം ഉയർത്തിക്കാട്ടി പങ്കാളിത്തം ആരോപിക്കുന്നതിൽ കാര്യമില്ല. സ്വർണ്ണക്കൊള്ളയിൽ ഇപ്പോഴും മുഖം നഷ്ടമായത് CPM-ന് തന്നെയാണ്. കടകംപള്ളിയെ ഇനിയും ചോദ്യം ചെയ്യേണ്ടി വന്നാൽ അത് കൂടുതൽ വികൃതമാകും.